നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗൻവാടി ജീവനക്കാരുടെ വേതന വർധനവ് ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോർപ്പറേഷൻ പരിധിയിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. സ്റ്റേഡിയം കോർണറിന് മുന്നിൽ നടന്ന സമരം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ്. മറ്റു രീതിയിലുള്ള ഒരു സമരമല്ല, അക്രമ സമരമല്ല, അല്ലെങ്കിൽ മറ്റ് അനാവശ്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പറ്റാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരമല്ല. ഇത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള ഒരു സമരമാണ്. ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങളൊക്കെ തന്നെ CPM കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF അവരുടെ പ്രകടന പത്രികയിൽ വച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ സമരത്തിന് ആധാരമായി അവർ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഗവൺമെന്റ് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവുന്നു. 2 തവണ ചർച്ച നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്രയും കാലം നടന്ന വനിതകൾ, മഹിളകൾ, സ്ത്രീകൾ ഇത്രയും കാലം ഒരു സമരം നടത്തിയിട്ട് ആ സമരവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സമരത്തോടെ ഈ ഗവൺമെന്റ് കാണിക്കുന്ന നീതി നിഷേധമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ കായക്കുൽ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് കൂക്കിരി രാജേഷ് സ്വാഗതം പറഞ്ഞു. പ്രൊഫസർ AD മുസ്തഫ, റിജിൽ മാക്കുറ്റി, രാജീവൻ എളയാവൂർ, അമൃത രാമകൃഷ്ണൻ, മാധവൻ മാസ്റ്റർ, സുരേഷ് ബാബു എളയാവൂർ, CT ഗിരിജ, MP വേലായുധൻ, ഉഷാകുമാരി, ലിഷ ദീപക് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.